ഹലോ ഫ്രണ്ട്സ്, ഹൗ ടു സക്സീഡ് ഇൻ യു ഇൻ്റർവ്യൂസ് എന്ന സീരീസിൻ്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. ടെൽ മീ അബൌട്ട് യുവർ സ്ട്രെങ്സ്, അല്ലെങ്കിൽ വാട്ട് ആർ യുവർ സ്ട്രെങ്സ്, അല്ലെങ്കിൽ വാട്ട് ആർ യു ഗുഡ് ആറ്റ്, ഓർ വാട്ട് ഡു യു ലൈക്ക് ഡൂയിങ് മോസ്റ്റ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരം, അതാണ് നമ്മളിന്ന് നോക്കുന്നത്. നോർമലി കേട്ട് പഴകിയിട്ടുള്ള കുറേ ഉത്തരങ്ങളുണ്ട്. ഐ എം എ ഹാർഡ് വർക്കർ, ഐ എം എ ടീം പ്ലെയർ, ഐ എം എ പ്രൊഫഷണൽ. ഇങ്ങനത്തെ ഉത്തരങ്ങളാണ് നമ്മൾ നോർമലി ഇൻ്റർവ്യൂസിൽ കേൾക്കാറ്. ഇതൊരു സ്റ്റാൻഡ് ഔട്ട് ആൻസർ അല്ല. ജനറിക് ആയിട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ആൻസറാണ്. ഇങ്ങനത്തെ ഒരു ഉത്തരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് പഠിച്ചു പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. മേ ബി എല്ലാവരും തന്നെ ഇത് സ്റ്റാൻഡ് ഔട്ട് അല്ലാന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ ഹാർഡ് വർക്കേഴ്സ് ആയിരിക്കും. ഇത് പ്രൊഫഷണൽ ആയതുകൊണ്ടാണ് അവർ ഇത്രയും കൊല്ലമായിട്ട് അവർ ഈ പ്രൊഫഷനിൽ നിൽക്കുന്നത്. ഈ ജോബിൽ ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് അവർ നേടിയെടുത്തിട്ടുണ്ടാവാം. ഹാർഡ് വർക്കർ ആവാം, പ്രൊഫഷണൽ ആവാം. ഓഫ് കോഴ്സ് വി ഓൾ ആർ ഹാർഡ് വർക്കേഴ്സ് ആൻഡ് പ്രൊഫഷണൽ. സോ നമ്മൾ ഇതിനുള്ള ഉത്തരം പറയുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്തിലാന്ന് വെച്ചാൽ നമ്മുടെ കീ സ്കിൽസിലാണ്. കീ സ്കിൽസിൽ മാത്രമല്ല, സ്പെസിഫിക് ടു ജോബ് ഡിസ്ക്രിപ്ഷൻ കൂടി ആയിരിക്കണം. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോബിൽ നമ്മളുടെ ഏത് സ്കില്ലാണ് ഏറ്റവും കൂടുതൽ വാലിഡേറ്റ് ചെയ്യപ്പെടുന്നത്, ആ സ്കില്ലിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനൊരു ഉത്തരം പറയാൻ. സോ ഇപ്പം നമ്മൾ പോകുന്ന പർട്ടിക്കുലർ ജോബിന്, അതായത് ഇപ്പം നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന പർട്ടിക്കുലർ ഇൻ്റർവ്യൂവിൽ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഏതാണോ കീ സ്കില്ലായിട്ട് അവർ ആവശ്യപ്പെടുന്നത്, ആ സ്കില്ലിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ സ്ട്രെങ്ത് ആണ് അവിടെ പറയേണ്ടത്. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞ പോലത്തെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഉള്ള മിസ്റ്റേക്ക് എന്താ പറയുക, നമ്മൾ വി ആർ ഹാർഡ് വർക്കിംഗ് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ വി ആർ എ പ്രൊഫഷണൽ എന്ന് പറയുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇൻ്റർവ്യൂ എടുക്കുന്ന ആളിനെ കൊണ്ട് അസസ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് അല്ല. സോ നമ്മൾ പറയുന്ന ഉത്തരത്തിന് ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവുന്ന രീതിയിലുള്ളൊരു ഉത്തരം കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു സ്ക്രം മാസ്റ്റർ ആയിരുന്നു. സോ ഐ ആം ഗുഡ് അറ്റ് പീപ്പിൾ മാനേജ്മെൻറ്റ്. ഐ നോ ഹൗ ടു കീപ് പീപ്പിൾ മോട്ടിവേറ്റഡ്. I know how to resolve issues within the team. I know how to build up a team from the scratch. I know very well to make the team productive. ഇതൊക്കെ എൻ്റെ സ്ട്രെങ്സ് ആണ്. സോ ഈ സ്ട്രെങ്സ് ഒക്കെ പറയുമ്പോൾ ഇതിൽ ഏറ്റവും സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്നത്, ഒരു പക്ഷേ ഞാനിപ്പോൾ ഈ അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂ ഒരു പ്രൊജക്ട് മാനേജറിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്ക്രം മാസ്റ്ററിൻ്റെയോ റോളിലാണ്, അല്ലെങ്കിൽ ഒരു ടീം ലീഡിൻ്റെ റോളിലാണെന്ന് വയ്ക്കാം. സോ ഈ കേസിൽ പീപ്പിൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. സോ നമ്മുടെ സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് ഐ എം വെരി ഗുഡ് അറ്റ് മാനേജിങ് എ ടീം എന്നുള്ളതാണ് നമ്മുടെ സ്ട്രെങ്ത് ആയിട്ട് നമ്മളവിടെ പറയുന്നതിൽ ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്കാണ് നിങ്ങളുടെ സ്ട്രെങ്ത് കൃത്യമായിട്ട് മനസ്സിലാവുക, അല്ലേ? സോ നിങ്ങളുടെ ഫീൽഡിൽ നിങ്ങളുടെ ബിഗസ്റ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിൽ സെറ്റിൽ പെടുന്ന എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. ആ സ്കിൽ സെറ്റിൽ പെടുന്ന ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുള്ള, അതായത് ഈ പറയുന്ന പർട്ടിക്കുലർ ജോബ് പൊസിഷന് എന്താണോ ആവശ്യമുള്ളത് അത് നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ട് നിങ്ങൾ പോർട്രേറ്റ് ചെയ്യുക. അതാണ് നിങ്ങൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറയേണ്ടത്. സോ ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ഇഫ് യു ലൈക്ക്, ഞാൻ പറയുവാണ് ഐ ആം ഗുഡ് അറ്റ് പീപ്പിൾ മാനേജ്മെൻറ്റ്, ഇതാണ് എൻ്റെ സ്ട്രെങ്ത് എന്ന് ഞാൻ പറയുന്നു എന്ന് വെച്ചു. സോ ഈ ഒരു പർട്ടിക്കുലർ സ്ട്രെങ്തിനെ ബേസ് ചെയ്തിട്ട് ആ ഇൻ്റർവ്യൂ പാനലിന് എന്നോട് കൂടുതലായിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റും. നിങ്ങളുടെ ടീമിനെ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തത്? അതായത് നിങ്ങളുടെ ടീമിൽ പല ഫ്ലേവേഴ്സ് ഉള്ള ആൾക്കാരുണ്ടാവും, പല സ്ട്രെങ്സ് ഉള്ള ആൾക്കാരുണ്ടാവും, പല സ്കിൽ സെറ്റ്സ് ഉള്ള ആൾക്കാരുണ്ടാവും. ഇവരെ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങളുടെ ടീമിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങളൊരു ടീം മാനേജർ ആണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഗുഡ് അറ്റ് ടീം മാനേജ്മെൻ്റ് ആണെന്ന് പറയുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നിങ്ങൾ എന്താണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്ത ഇൻപുട്സ്? അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് അവർക്ക് ചോദിക്കാനും പറ്റും. അതൊരു ഗിവ് ആൻഡ് ടേക്ക് പോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. സോ നമ്മളൊരു ഹാർഡ് വർക്കറാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലാണ്, അല്ലെങ്കിൽ വി ആർ അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെയുള്ള ജനറിക് ആയിട്ടുള്ള ആൻസേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗിവ് ആൻഡ് ടേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. സോ നിങ്ങളുടെ സ്ട്രെങ്തിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ സ്കിൽസ് സെലക്റ്റീവായിട്ട് ചൂസ് ചെയ്ത് ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഏതാണോ ആവശ്യമായിട്ട് വരുന്ന സ്കില്ല് അതിനെ ബേസ് ചെയ്ത് ഇതിന് ഉത്തരം പറയുക. ഇത് നിങ്ങളുടെ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനുള്ള പെർഫെക്റ്റ് ആൻസർ ആയിരിക്കും. സോ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. സോ അതിനനുസരിച്ച്
അടുത്ത പ്രാവശ്യം ഇൻ്റർവ്യൂവിന് നിങ്ങൾ ഈ ഉത്തരം ഫ്രെയിം ചെയ്ത് പ്രസൻറ്റ് ചെയ്യുക. എപ്പോഴും ഓർക്കുക, ഒരു ഗിവ് ആൻഡ് ടേക്കിനുള്ള പോസിബിലിറ്റി എപ്പോഴും ഈ പറയുന്ന സ്കില്ല് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ, നമ്മുടെ സ്ട്രെങ്ത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കണം. ഓക്കെ, താങ്ക് യു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സി യു ലേറ്റർ, ബൈ.